ഇന്നൊരു ബനാന ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. സിമ്പിളാണ് ചെയ്യാനായിട്ട്, കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാനായിട്ട് ഈ ഒരു കേക്ക്. അതുപോലെ തന്നെ നല്ല സ്പോഞ്ചി ടെക്സ്ചറാണ് ഈ ഒരു കേക്കിന്. അപ്പോൾ നമുക്ക് ഈ ഒരു കേക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ഞാൻ അതാ ഒരു ബൗളിലോട്ട് 2 മുട്ടയാണ് ചേർത്തെടുക്കുന്നത്. 2 or 3 മുട്ട എടുക്കാം, അപ്പോൾ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ 2 മുട്ട എടുക്കും. നമ്മൾ ഓൾറെഡി ബനാന പ്യൂരിക്ക് ചേർക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സോഫ്റ്റ് ഉണ്ടായിരിക്കും ഒരു കേക്കിന്. അതുകൊണ്ട് ഞാൻ ഇവിടെ 2 മുട്ടയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പ് ബ്രൗൺ ഷുഗറാണ്. വൈറ്റ് ഷുഗർ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യും, പൊടിച്ചിട്ടൊന്നുമില്ല. ഞാൻ അങ്ങനെ ഒരു തരിയോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പഞ്ചസാര നമുക്ക് കുറച്ചായിട്ട് ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് നല്ല ഫ്ലഫി ആക്കിയിട്ട് എടുക്കാം. ഇതുപോലെ നായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണോളം വാനില എക്സ്ട്രാക്റ്റ് ഓർ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഴം അരച്ച് വെച്ചതാണ് കേട്ടോ. ഞാൻ മിക്സിയിലിട്ടിട്ട് നല്ലോണം അരച്ച് വെച്ചിട്ടുള്ളതാണ്. നമ്മുടെ ആ ഒരു പാളയംകുടം പഴമില്ല, അതാണ്. അല്ലെന്നുണ്ടെങ്കിൽ റോബസ്റ്റ പഴം 1 തൊട്ട് 1 പഴം 1ൻ്റെ പകുതി, അങ്ങനെ ഒരു 1.5 പഴം ചേർത്ത് കൊടുത്താലും മതിയാകും. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 1/2 കപ്പ് പഴം അരച്ച് വെച്ച് എടുക്കുന്നുണ്ട്. പിന്നെ അതും കൂടെ ചേർത്തിട്ട് ചെറുതായിട്ട് ഒരു 1 സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് മൈദാമാവും, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇത് മൂന്നും കൂടെ ഒരു 3-4 തവണ ഒന്ന് അരിച്ചൊന്ന് മാറ്റി വെച്ചിട്ടുള്ള ഒരു കൂട്ടാണ് കേട്ടോ. അത് നമുക്കൊരു 2-3 പ്രാവശ്യമായിട്ട് ചേർത്തെടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് പാലും 1-2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ഒന്ന് ചൂടാക്കി ഒന്ന് മെൽറ്റാക്കി വെച്ചതാണ്. അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് നന്നായിട്ട് ഫോൾഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു ബീറ്ററിൻ്റെ ലോ സ്പീഡിൽ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഞാൻ അതവിടെ എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് സ്പാച്ചിലുണ്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 കപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചോക്ലേറ്റ് ചിപ്സ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതിയേ. അപ്പം ഞാൻ ഈ ഒരു ചോക്ലേറ്റും കൂടെ ചേർത്തിട്ട് എല്ലാം ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് നമ്മളിങ്ങനെ കുത്തി താഴ്ത്തി ഓവറായിട്ട് നമ്മൾ ഇളക്കിയെടുക്കാനായിട്ട് പാടില്ല. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ അത് ഒരു 9 ഇഞ്ചിൻ്റെ പാനിൽ ബട്ടർ ഷീറ്റ് ഒന്ന് റെഡിയാക്കി ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് നമുക്ക് ഒരു ബാറ്റർ ഒന്ന് ഒഴിച്ച് ഒരു 4-5 തവണ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടെ ഒരു ചോക്ലേറ്റ് ഇരിപ്പുണ്ടായിരുന്നു, അത് ഞാൻ മുകളിൽ ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും 1-2 തവണ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് 150 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിൽ വെച്ചിട്ട് 150 ഡിഗ്രിയിൽ 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള കേക്കാണ്. തണുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് ഉപയോഗിക്കാം. അടിപൊളിയാണ്, ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയും. ഈ ഒരു റെസിപ്പിയും വീഡിയോയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ, യൂട്യൂബിലാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.